എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 മിനിറ്റ് കൊണ്ട് വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 5 ചെറിയ ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ടാകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്കാണ് മാറ്റുന്നതും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റിയ ഉരുളക്കിഴങ്ങിലേക്ക് 2 സവാള നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 10 വെളുത്തുള്ളി അല്ലിയാണ്. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ 4 പച്ചമുളക് കൂടി ചേർക്കണം. ഇനി വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. ഇനി കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളിൽ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം കുക്കർ താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നല്ല പോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. ഉഴുന്നുപരിപ്പ് നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. വീണ്ടും ഇതൊന്നും മുരിയിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇതൊരു സ്പൂൺ അളവിലെ കടലമാവാണ്. കടലമാവും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച പൊടികൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇനി കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല കട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി 1 മിനിറ്റ് നേരം കറി ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ വളരെ രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ജോലി തീർക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു സിമ്പിൾ കറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.